ഇനി മലപ്പുറത്തെ ഗംഗാധരേട്ടൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ, പെരുന്നാൾ എത്തിയതോടെ ഏറെ തിരക്കിലാണ് മലപ്പുറം ചെമ്മാട് മായ ഡ്രസ്സിൽ തയ്യൽ കടയിലെ ഗംഗാധരേട്ടൻ. 100 കണക്കിന് ഉസ്താദുമാരുടെ വസ്ത്രങ്ങളാണ് കൃത്യസമയത്ത് തയ്ച്ചു കൊടുക്കേണ്ടത്. ഉസ്താദുമാർക്ക് പൂർണ്ണ തൃപ്തി വരണമെങ്കിൽ അവരുടെ വസ്ത്രം ഗംഗാധരേട്ടൻ തന്നെ തയ്ക്കണം. കർണാടകയിൽ നിന്ന് പോലും ഉസ്താദുമാർ ഗംഗാധരേട്ടനെ തേടി ഇവിടേക്ക് എത്താറുണ്ട്. കാണാം ഉസ്താദുമാരുടെ പ്രിയപ്പെട്ട ഗംഗാധരേട്ടൻ്റെ വിശേഷങ്ങൾ. ഗംഗാധരേട്ടൻ തയ്ച്ചുവെച്ച ഉസ്താദുമാരുടെ വസ്ത്രങ്ങളാണിവ. കഴിഞ്ഞ 40 വർഷമായി മലപ്പുറം ചെമ്മാട് ജുമാ മസ്ജിദിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗംഗാധരേട്ടന്റെ മായ ഡ്രസ്സസ് തയ്യൽ കടയിൽ വസ്ത്രം തയ്ക്കാൻ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഉസ്താദുമാരാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വസ്ത്രം തയ്ക്കാൻ ഉസ്താദുമാർ ഗംഗാധരേട്ടനെ തേടിയെത്തുന്നു. അന്ന് തയ്ക്കണവർ കുറവായിരുന്നേ, വേറെ കടകൾ. ഇപ്പം പിന്നെ പല സ്ഥലത്ത് കടകൾ വന്ന്, എന്നാലും നമ്മൾക്കുള്ള പണികൾ വരുന്നുണ്ട്. നമ്മളെ കേരളത്തിന് പുറത്തുനിന്നും വരുന്നുണ്ട് ഉസ്താദുമാരെ, കർണാടകത്തുനിന്ന് നിന്നൊക്കെ വരുന്നുണ്ട്, പിന്നെ തെക്കം ജില്ലകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് മലബാറിലെ ഈ ഭാഗത്ത് പഠിച്ചു പോയവർക്ക് പിന്നെ അവിടെ ഉള്ള ഇപ്പോൾ പറ്റൂല, അവിടുത്തെ മോഡല്. അപ്പം അങ്ങനെ മറ്റുള്ള സ്ഥലത്തു നിന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്ന അവർ പഠിച്ചു പോയാലും പിന്നെ പല സമയത്തും ട്രെയിനൊക്കെ വന്നിട്ട് തന്നു പോകും. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഉസ്താദുമാർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ വാങ്ങിയിട്ട് പോകും. അങ്ങനെയൊക്കെ അവരുടെ പണിയാണ് 90%. കാരണം ഇവിടുത്തത് ഇട്ട് ശീലമായി, അതുകൊണ്ടാണ്. ഓരോ നാട്ടിലൊക്കെ ഉള്ള തന്നെ കുറച്ച് ബോഡിക്കനുസരിച്ചല്ലാകുക, കൂടുതൽ വലിപ്പം ഉണ്ടാവും, അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഉസ്താദുമാരിൽ പലരും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ദർസ് പഠിക്കാനെത്തിയവരും ഗംഗാധരേട്ടനുമായി ആത്മബന്ധം സൂക്ഷിക്കുന്നവരുമാണ്. ഇവരിലൂടെ കേട്ടറിഞ്ഞാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നത്. അളവ് നൽകിയ ശേഷം ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് തയ്ച്ച് ലഭിക്കും. എന്നാൽ അതുവരെ കാത്തു നിൽക്കാൻ എല്ലാവരും ഒരുക്കവുമാണ്. കാരണം ഗംഗാധരേട്ടൻ അളവെടുത്തു നൽകിയാലേ ഉസ്താദുമാർക്ക് തൃപ്തിയാകൂ. ഈ സ്ഥാപനം തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇവിടുത്തെ ഡ്രസ്സിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ അളവ് തന്നെയാണ്. ഗംഗാധരേട്ടൻ്റെ ഡ്രസ്സിൻ്റെ അളവെടുക്കൽ തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. ഇനി ഡ്രസ്സ് അടിച്ച് മാസങ്ങൾ വരെ കഴിഞ്ഞിട്ടാ കിട്ടൂ എന്ന് പറഞ്ഞാൽ പോലും അതിന് ഇതര നാടുകളിൽ നിന്ന് വരുന്നവർ പോലും അതിന് തയ്യാറാണെന്നുള്ളതാണ് ഗംഗാധരേട്ടൻ്റെ ഡ്രസ്സ് അടിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെന്നിയൂർ കപ്രാട് സ്വദേശിയാണ് 68-കാരനായ ഗംഗാധരേട്ടൻ. ഇനിയുള്ള കാലവും ഇതുപോലെ മുന്നോട്ടു പോകാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ.